KV തോമസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് മൻമോഹൻ സിംഗ് എന്ന ഭരണകർത്താവിനെ? ഞാൻ ആദ്യമായി ഒരു ലോക്സഭാ അംഗമെന്ന നിലയിൽ 1984 ഡൽഹിയിലെത്തുന്നത്. അന്ന് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറാണ്. പാർലമെൻറ്റിലെ ഫൈനാൻസ് കമ്മിറ്റിയിലെ ഒരു അംഗമെന്ന നിലയിൽ പലപ്പോഴും ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കാറുണ്ടായിരുന്നു പല ഇഷ്യൂസിനെ കുറിച്ച്. പിന്നീട് അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ്റെ വൈസ് ചെയർമാനാകുന്നു. ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ഈ പ്ലാനിംഗ് കമ്മീഷനെ കണ്ടിട്ട് വേണം പിന്നീടുള്ള ചർച്ചകൾക്ക് പോകാൻ സംസ്ഥാനങ്ങൾ. അന്ന് പോയി അത് കരുണാകരനോടൊക്കെ വളരെ ഭവ്യതയോടെ സ്നേഹത്തോടു കൂടി ആണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. പിന്നീട് 91 നരസിംഹറാവു ഗവൺമെൻറ്റിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയാകുന്നു. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ധനകാര്യമന്ത്രിയാകുന്നത്. അത് ഞാൻ പാർലമെൻറ്റിലുള്ള സന്ദർഭമാണ്. ഞങ്ങൾ വിചാരിച്ചത് പ്രണാബ് ദായെ പോലെയുള്ള പ്രഗത്ഭരായ രാഷ്ട്രീയ രംഗത്ത് പയറ്റിത്തെളിച്ച ആളുകളായിരിക്കും, അവർക്കെല്ലാം സാമ്പത്തിക കാഴ്ചപ്പാടുള്ളവരുമാണ്. പക്ഷെ അവരൊന്നും ആകാതെ ഈ ധനകാര്യമന്ത്രിയാകുന്ന മൻമോഹൻ സിംഗാണ്. മൻമോഹൻ സിംഗാണ് ഒരു പുതിയ സാമ്പത്തിക കാഴ്ചപ്പാടുണ്ടായത്. അതുപോലെയും ഡൽഹിയെക്കുറിച്ച് പറയുന്നത് ലൈസൻസ് രാജെന്നാണ്. എന്ത് കാര്യത്തിനും ലൈസൻസ് കിട്ടണം, മന്ത്രി കാര്യാലയം കയറിയിറങ്ങണം, താമസിക്കുന്ന അഴിമതിയുണ്ട്. അത് മാറിയിട്ട് തുറന്നു കൊടുത്തു. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൾ, മിക്സഡ് എക്കോണമി, അതെല്ലാം തകർത്തുകൊണ്ടാണ് മൻമോഹൻ സിംഗിൻ്റെ പുതിയ കാഴ്ചപ്പാട് വരുന്നത്. സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും ഒക്കെ നടത്തിക്കൊണ്ട് വന്നപ്പോൾ ഒരു എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നടപടികൾ ശരിയായിരുന്നു എന്ന് ആണ് തെളിയിക്കപ്പെട്ടത്. ചില ഇഷ്യൂസ് ഒഴിച്ച്, ഇപ്പോൾ ഉദാഹരണം വ്യോമയാന മേഖല, എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണം സത്യത്തിൽ മലയാളികൾ ഉൾപ്പെടെ ഒത്തിരി ആളുകളൊക്കെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില മേഖലകളുണ്ട്. അതുപോലെ നമ്മുടെ HMT പോലെയുള്ള സ്ഥാപനങ്ങൾ. എങ്കിൽ പോലും സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് നൽകിയത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ്. മന്ത്രിയായി പ്രവർത്തിക്കുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് മന്ത്രിയായി പ്രവർത്തിക്കുമ്പോൾ മന്ത്രിമാരോടുള്ള ഡീലിംഗ്സ് ഏത് തരത്തിലായിരുന്നു? ഇപ്പോൾ അങ്ങയുമായി വളരെ അടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്നു, അങ്ങത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ ബില്ല് ഉൾപ്പെടെ അവതരിപ്പിക്കുന്ന ഘട്ടങ്ങളിൽ വലിയ തോതിലുള്ള പിന്തുണ നൽകിയെന്ന് പറയുന്നു? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണകോൺ എങ്ങനെയായിരുന്നു? സാധാരണ ഒരു രാഷ്ട്രീയക്കാരനായ ആളൊരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്തുമ്പോൾ ചിന്തിക്കുന്നതിൽ എത്രത്തോളം വ്യത്യസ്തത ഉണ്ടായിരുന്നു? അങ്ങനെ വ്യത്യസ്തത ഉണ്ടായിരുന്നോ അദ്ദേഹം ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്നതിൽ? 2009 ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം മത്സരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നത്. അന്ന് എൻ്റെ ഈ EM സാഹിബിൻ്റെയും തിരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് മൻമോഹൻ സിംഗാണ്. എൻ്റെ നടത്തിയത് പള്ളുരുത്തി വെളിയിലാണ്. പിന്നീട് ഗവൺമെൻറ് രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ ഞാനന്ന് യാത്രയിലാണ്. ബാംഗ്ലൂരിൽ വെച്ച് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് മുറിൽ വിളിച്ചു, ഒരു പ്രൈം മിനിസ്റ്റർ സംസാരിക്കണം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു, നാളെ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യാൻ നിങ്ങൾ അതിനകത്തുണ്ട്, അതാ സോണിയാഗാന്ധി കൊടുക്കുക. സോണിയാഗാന്ധി പറഞ്ഞു നിങ്ങൾ അതിലുണ്ട്. പിന്നീട് ഞാൻ ക്യാബിനറ്റിൽ വരുന്നു. ശരത് പവാറിൻ്റെ കൂടെയാണ് ആദ്യം വർക്ക് ചെയ്തത്. അത് ശക്തനായൊരു മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പല വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് ഭക്ഷ്യസുരക്ഷാ നിയമം വന്നപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞ് KV തോമസിനെ ഏൽപ്പിച്ച് അത് ഭംഗിയായിട്ട് നടപ്പിലാക്കും എന്ന് പറഞ്ഞു. വലിയ തലവേദനയുള്ള കാര്യമായിരുന്നു. അതിൽ ഫുൾ സപ്പോർട്ട്. അതിനകത്ത് ചിദംബരം ഉൾപ്പെടെയുള്ളവർക്ക് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് സംശയങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമുക്ക് എത്ര സാമ്പത്തിക ബാധ്യത വരും, എന്തോരം ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, എത്ര സംഭരണം ചെയ്യണം, എങ്ങനെ വിതരണം ക്രമീകരിക്കണം, അതോട് ഡോക്ടർ MS സ്വാമിനാഥൻ്റെ കൂടെ സഹായം ആ കാര്യത്തിലുണ്ടായിരുന്നു. അങ്ങനെ ക്യാബിനറ്റിനുള്ളിൽ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തതിന് ശേഷമാണ് ബില്ല് അവതരിപ്പിച്ചത്. ആ ബില്ല് അവതരിപ്പിക്കാതെ പാർലമെൻറ്റ് ലോക്സഭയിലുണ്ട്. സോണിയാഗാന്ധിയാണ് ആദ്യത്തെ ഇൻട്രൊഡക്ഷറി പ്രസംഗം നടത്തുന്നത്. പിന്നീട് ആ ബില്ല് ഏകദേശം 8 മണിക്കൂർ ചർച്ച ചെയ്ത് തീരുന്നത് വരെ അദ്ദേഹം അവിടെ ഇരുന്നു. പിറ്റേ ദിവസം രാജ്യസഭയിൽ ചർച്ചയോടെ ഇപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബില്ല് പൂർണ്ണമായി നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ മറ്റാരേക്കാൾ ഒരു വാശിയുണ്ടാകും. പ്രത്യേകിച്ച് അത് സോണിയാഗാന്ധിയുടെ ഒരു പെറ്റ് ബില്ലായിരുന്നു എന്നതുകൊണ്ടായിരിക്കണം അതിന് വലിയ താല്പര്യം ഉണ്ടാക്കിയിരുന്നു. ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 12 സബ്സിഡൈസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സാണ് കൊടുത്തിരുന്നത്. അത് 9 ആക്കിയപ്പോൾ ഞാൻ കൺസ്യൂമർ അഫയേഴ്സ് മന്ത്രി എന്നൊരു ഒരു നോട്ട്, അഭിപ്രായ വ്യത്യാസമുള്ളൊരു നോട്ട്, വിഭിന്നമായ അഭിപ്രായമുള്ള നോട്ട് കൊടുത്തു.
അത് എങ്ങനെയോ പത്രത്തിൽ വന്നപ്പോൾ അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടില്ല, എന്നെ വിളിപ്പിച്ചു. എന്താ ഇങ്ങനെ വന്നത്? ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം അങ്ങയോടൊപ്പം ഞാനുണ്ടാകും. ഇതിങ്ങനെ പുറത്തു വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, അത് വരാതിരിക്കാനുള്ള ശ്രമം ഞാൻ ശ്രമിക്കാം എന്ന് പറയുകയും പിന്നീട് അന്ന് ഒരു ബൈ ഇലക്ഷൻ ഉണ്ട്. ബൈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് 12 സബ്സിഡൈസ്ഡ് സിലിണ്ടറിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ പല കാര്യത്തിലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുബായ് പോർട്ട് തുടങ്ങുമ്പോൾ എനിക്ക് അതിനോട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം വലിയ ബാധ്യത ഡ്രഡ്ജിങ്ങിൻ്റെ കാര്യത്തിൽ തുറമുഖത്തിന് വരും, നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടാനും പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദുബായുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്, ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധമാണ്, ദുബായ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് വരുന്നത്, സ്വീകരിച്ചേ പറ്റൂ. സ്വീകരിച്ചു. കൊച്ചിൻ മെട്രോ വന്നു. അന്ന് കമൽനാഥ് കേന്ദ്ര മന്ത്രി കൈകാര്യം ചെയ്യുന്ന കമൽനാഥും ഷീലാ ദീക്ഷിത് ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ എതിരായി നിന്നിട്ട് പോലും അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മുൻകൈ എടുത്തു. ഗേറ്റ് പ്രോജക്റ്റ് വന്നു. അത് ക്യാബിനറ്റ് നോട്ട് ഗുജറാത്തിൽ മാത്രമായിരുന്നു. AK ആന്റണിയും വയലാദേവിയും ഞാനുമൊക്കെ കൂടി കേരളത്തിൽ വേണമെന്നും അങ്ങനെയാണ് വൈപ്പിലെ ഗേറ്റ് പ്രോജക്റ്റ് വരുന്നത്. അങ്ങയിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതിനു മുമ്പ് നേരത്തെ രതീഷ് ഞാൻ സൂചിപ്പിച്ചിരുന്നതായിരുന്നു, അതായത് നോട്ട് നിരോധന സമയത്ത് രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗം ഈ ഒരു നോട്ട് നിരോധനത്തിലൂടെ പ്രതിസന്ധിയിലാകുന്നത് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി. ആ നോട്ട് നിരോധനത്തിന് പിന്നാലെ അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം അതൊന്ന് കണ്ടിട്ട് മടങ്ങി വരാം. Prime Minister has said that we should wait for 50 days. Well, 50 days is a short period, but for those who are poor and deprived sections of the community, even 50 days torture can bring about disastrous effects. What has been done can weaken and erode our people's confidence in the currency system and in the banking system. മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ നമ്മൾ തോമസ് മാഷിലേക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ആൾ എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ നടത്തിയ പ്രസംഗം ഒരുപക്ഷെ അന്ന് ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ രാജ്യം മുഴുവൻ ഈ നോട്ട് നിരോധനത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണ ജനങ്ങളുടെ ആ ഒരു വിഷമവും കാര്യങ്ങളുമെല്ലാം വളരെ കൃത്യമായി പറയുകയും ഇത്തരമൊരു തീരുമാനം തെറ്റായിപ്പോയി എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ആളാണ് മൻമോഹൻ സിംഗ്. അങ്ങ് എങ്ങനെ ആ കാലഘട്ടത്തെ അനുസ്മരിക്കുന്നു? ഈ നോട്ട് നിരോധിക്കുന്ന സന്ദർഭത്തിലും GST കൊണ്ടുവരുന്ന സന്ദർഭത്തിലും ഞാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അപ്പോൾ ഞാനന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി നോട്ട് നിരോധിച്ചപ്പോൾ. പാർലമെൻറ്റ് നടക്കുമ്പോൾ പാർലമെൻറ്റിനെ കൺസൾട്ട് ചെയ്യാതെ PSC കൺസൾട്ട് ചെയ്യാതെ ഇങ്ങനെ ഒരു നോട്ട് നിരോധനം കൊണ്ടുവന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രിയെ പാർലമെൻറ്റിന് മുമ്പിൽ ഞാൻ വിളിപ്പിക്കും എന്ന് അന്ന് ഞാൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. പിറ്റേ ദിവസം മൻമോഹൻ സിംഗ് എന്നെ വിളിച്ചു, പ്രൊഫസർ വിളിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സാർ വിളിപ്പിക്കാനുള്ള അധികാരം എനിക്കുണ്ട്, പക്ഷേ സ്പീക്കർ സമ്മതിക്കണം. പക്ഷേ അപ്പോൾ എളുപ്പമല്ല. പക്ഷേ എനിക്ക് ഗവർണറെ വിളിപ്പിക്കാൻ പറ്റും, റിസർവ് ബാങ്ക് ഗവർണറെ എന്നോട് വിളിപ്പിക്കണം. അപ്പോൾ അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി 60 ദിവസത്തെ സമയം ചോദിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നോട്ടീസ് അയക്കൂ റിസർവ് ബാങ്ക്. അങ്ങനെ ഞാൻ റിസർവ് ബാങ്ക് ഗവർണർക്ക് നോട്ടീസ് അയച്ചു. അദ്ദേഹം പിന്നീട് വരികയും ചെയ്തു. അതുപോലെ GST വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു യാതൊരു പ്രിപ്പറേഷൻ ഹോംവർക്ക് ചെയ്യാതെ നമ്മുടെ മെയിൻ കമ്പ്യൂട്ടർ പോലും വർക്ക് ചെയ്യാതെ ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യങ്ങൾ അറിയാതെ കൊണ്ടുവന്ന ഒരു നിയമനിർമ്മാണമാണ് ഇത്, ഇന്ത്യൻ എക്കോണമിയെ ശക്തമായിട്ട് ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. PSC ചെയർമാൻ എന്ന നിലയിൽ തോമസ് ഇത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അദ്ദേഹത്തിന് കാരണം സാമ്പത്തിക കാര്യത്തിൽ അദ്ദേഹത്തിന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാണാപ്പാടം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തതയുണ്ട്. അപ്പോൾ അദ്ദേഹം നിർദ്ദേശം നൽകാൻ അത് ശാന്തമായ ഭാഷയാണെങ്കിലും ആ ഭാഷയ്ക്കൊരു ശക്തിയുണ്ടായിരുന്നു.